അപ്പം അങ്ങനെ ഇത്തവണത്തെ ബിഗ് ബോസും ഗ്രാൻഡ് ഫിനാലെ അടുത്തേക്കുമാണ്. അടുത്ത ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇന്നലെ ലാലേട്ടൻ വന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പോയി. സിജോ എവിക്റ്റായി ഇന്നലെ അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇന്ന് രാത്രി മുതലാണ്, ഇന്ന് രാത്രി 10:30 കഴിഞ്ഞിട്ടെന്തോ ആണ് വോട്ടിങ്സ് ആരംഭിക്കുന്നത്. എല്ലാവരും അവർക്ക് ഇഷ്ടമായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്യും. ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാവരും ജിൻഡോ ജയിക്കുമായിരിക്കും എന്നൊരു കിംവദന്തി ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും കൺഫേം ചെയ്ത് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാം വേരിയിങ് ആണ്. കാരണം ജിൻഡോയുടെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ എടുത്താൽ പുള്ളി ഇപ്പോൾ അവസാന കുറച്ച് ദിവസം പുള്ളിയുടെ ഭാഗത്തുനിന്നുള്ളൊരു കോണ്ടന്റ് 0 ആണ്. അത് പുള്ളി എനിക്ക് തോന്നുന്നു മുമ്പത്തെ സീസണിലൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ നോക്കിയാൽ അഖിൽമാരാർ എനിക്ക് തോന്നുന്നു day 60 day 70 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ചുമ്മാ എന്തായാലും ഞാൻ വിന്നർ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളി പോയത്. അപ്പോൾ അതേ സെയിം സ്ട്രാറ്റജി ജിൻഡോ പിടിക്കുവാണോ അതോ ജിൻഡോയ്ക്ക് സ്പേസ് കിട്ടാത്തതാണോ എന്തോന്ന് അറിയാൻ വയ്യ. എന്തായാലും ജിൻഡോയുടെ ഭാഗത്തല്ല, ഇപ്പോൾ ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയാലും ഇത് തന്നെ, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. അവർ മുമ്പ് അതൊരു 10-60 ദിവസം മുമ്പ് കളിച്ച കളിയിൽ ആ ഒരു അപ്പം ഉണ്ടാക്കിയ ഫാൻസിൻ്റെ നിൽക്കുവാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ അർജുൻ ഇതുവരെ കളിക്കാതിരുന്നിട്ട് ഇപ്പോൾ അവസാനം കുറച്ച് കളിച്ച് മെയിനായിട്ട് എല്ലാം നോറയുടെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്ന ഒരു ടാസ്കിൽ ഭയങ്കരമായിട്ട് അർജുൻ ഭയങ്കര ഒരു എൻ്റർടൈനിങ് രീതിയിലോട്ട് പോയി. അപ്പോൾ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഇപ്പോൾ നിൽക്കുവാണ്. പിന്നെ ഈ പറയാൻ തന്നെ ഈ പുറത്തായ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഇവരെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സിജോ ആയാലും സായി അങ്ങനെ കണ്ടസ്റ്റൻസ് ഒക്കെ പുറത്തായിരിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് മീൻസ് ഇവർക്കും ഒരു ഫാൻ ബേസ് കാണുമല്ലോ. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ അവിടെ നിൽക്കുന്ന അഭിഷേക് അല്ലെങ്കിൽ അർജുനിലേക്ക് പോവാം. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ സിജോ എവിക്റ്റ് ആയപ്പോഴത്തേക്ക് അർജുൻ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്ന. ബിഗ് ബോസ് 2-3 ഷോട്ടും ഒക്കെ വെച്ചിട്ട് അർജുൻ കരയുന്ന തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാമേ അർജുൻ എന്തിനാ സിജോ പോയാനാണോ കരഞ്ഞത് അതോ ഇനി ശ്രീതു ഔട്ടാവാത്തതിലാണോ കരഞ്ഞത്. കാരണം ശ്രീതു ടോപ്പ് 6 ഈ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ ശ്രീതു ഉണ്ടെങ്കിൽ അത് അർജുന് ദോഷം ചെയ്യും. കാരണം പുള്ളിക്കാരത്തി എവിക്റ്റ് ആയിരുന്നെങ്കിൽ പുള്ളിക്കാരത്തിയുടെ സപ്പോർട്ടും കൂടെ അർജുന് വരും വന്നേനെ. ഇതിപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആവും. ഇതിപ്പോൾ ഇത് നിന്നുകൊണ്ട് അർജുനും പ്രയാനമില്ല ശ്രീധുനും പ്രയാനം ഇല്ലാത്തൊരു മട്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണോ കരഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇനി സിജോയുടെ സപ്പോർട്ട് കിട്ടാനാണോ എനിക്കറിഞ്ഞ് കരഞ്ഞത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ എപ്പിസോഡും കണ്ട എല്ലാ കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ലൈവും കാണും. ഇതുവരെ എനിക്ക് സിജോയും അർജുനും തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കര ബോണ്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിജോ സായിയും മറ്റേ അഭിഷേകൊക്കെ ആയിട്ടായിരുന്നു കുറച്ചുകൂടെ കമ്പനി. അർജുനായിട്ട് ഉണ്ട്, പക്ഷെ അങ്ങനെ ഇത്രയും കിടന്ന് കരയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. കാരണം ഇതേ അർജുൻ തന്നെയാണ് മറ്റേ റോക്കിയുടെ ഇടിയും കൊണ്ട് സിജോ പോയപ്പോഴത്തേക്ക് സിജോയെ കുറിച്ചൊന്നും തിരക്ക് പോലും ചെയ്യാതെ റോക്കി പോയതിൻ്റെ പേര് റോക്കി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞൊരു വ്യക്തിയാണ്. നേരെ ഉൾട്ട. അപ്പോൾ നേരെ ഓപ്പോസിറ്റായി. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കാരണം മനുഷ്യരുടെ കാര്യമാണ്. ചിലപ്പോൾ ഇമോഷൻസ് മാറി വന്ന് എന്തോ നമുക്ക് അറിയാൻ വയ്യ. പക്ഷെ എന്നാലും അർജുൻ്റെ ഇന്നലത്തെ ആ ഒരു ആക്ട് അത്രയ്ക്ക് അങ്ങോട്ട് അത് കുറേ ആൾക്കാരിലേക്ക് അതൊരു ഡൗട്ടായിട്ടാണ് മാറിയിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്തോന്ന് അറിയാൻ വയ്യ. അത് പുള്ളിയുടെ തന്നെ ചോദിക്കേണ്ടി വരും പുള്ളി എന്തുകൊണ്ടാണ് കരഞ്ഞെന്നുള്ളത്. കാരണം അർജുനും ബിഗ് ബോസ് കാണാൻ വന്നിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. കാരണം എന്തായാലും അടുത്ത ആഴ്ച എല്ലാവരുടെയും റീ എൻട്രി ഉണ്ടെന്നറിയാം. എല്ലാവരും തിരിച്ചു വരും. ഒരു 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ സിജോ എന്തായാലും അടുത്ത ആഴ്ച വരുമെന്ന് പുള്ളിക്ക് 100% ഉറപ്പാണ്. അറിയാത്ത ആളൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയും കിടന്ന് അതും ഓക്കെ ഒരു 50-60 ദിവസമൊക്കെ ഇതിലൊക്കെ പോകുന്നെങ്കിൽ ഓക്കെ, അർത്ഥമുണ്ട്. ഈ ഏറ്റവും ലാസ്റ്റ് എവിക്ഷനിൽ വന്ന് പോകുമ്പോൾ ഇങ്ങനെ കിടന്ന് കരയേണ്ട ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ. കാരണം ഇനി ആപ്പാട് 2 ദിവസം പോലും കാണാതിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബുധനാഴ്ച വ്യാഴാഴ്ച വല്ലതും മിക്കവാറും സിജോ റീ എൻട്രി ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തോന്ന് ഇപ്പോഴും നമുക്കൊരു അവ്യക്തതയാണ്. പുള്ളി സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ അത് എല്ലാവരിലേക്കും ഭയങ്കര ഡൗട്ടായിട്ടേ ഉള്ളൂ. പുള്ളി ഭയങ്കര കണ്ണിങ് ഗെയിം കളിക്കുന്ന കണക്ക് ഒരു ഔട്ടാണ് പുറത്ത് വന്നേക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ആരും ജയിക്കുമെന്ന്. ഇപ്പോൾ കുറേ മുമ്പത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോരോ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ റോബിൻ ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇട്ടേക്കുന്നത്, കൺഗ്രാജുലേഷൻസ് ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് പുള്ളി രേഖപ്പെടുന്നത്. അതേപോലെ മുമ്പത്തെ കുറേ കണ്ടസ്റ്റൻസ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പിന്നെ ഋഷിക്ക് ഓൾറെഡി പുറത്ത് ഒരു സപ്പോർട്ടുണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് പുള്ളിക്ക്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയും ഈ പുറത്ത് പോയ ഈ സിജോയുടെയും അല്ലെങ്കിൽ സായിയുടെയും ഇപ്പോൾ എന്തായാലും അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഈ വോട്ട്സ് ആർക്ക് പോകും എന്നുള്ളൊരു കാരണം എന്തായാലും അവർ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എന്തായാലും അവർ വോട്ട് ചെയ്യാതിരിക്കത്തില്ല, അവർ ചെയ്യും. അപ്പോൾ ഇത് അർജുന് പോകുമോ എന്തായാലും ഈ 2 വോട്ടുകൾ ജിൻഡോയ്ക്കോ ജാസ്മിനോ ഉറപ്പായിട്ടും പോകത്തില്ല. എന്ന് വെച്ചാൽ ഈ പുറത്തായവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ജിൻഡോയ്ക്കും ജാസ്മിനും ഒരു പ്രയോജനമില്ല. കാരണം ഇവരുടെ എല്ലാം വോട്ട് പോകുന്നത് ബാക്കിയുള്ളവർക്കാണ്. ഒന്നെങ്കിൽ അർജുൻ അല്ലെങ്കിൽ അഭിഷേക്. ഇവർക്ക് 2 പേർക്കുമായിരിക്കും ഈ പുറത്തായവരുടെ വോട്ടുകൾ മൊത്തം പോകുന്നത്. പിന്നെ അർജുന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ 6 പേരുമായിട്ട് ഫിനാലെ വീക്കിൽ പോയിട്ട് ഒരു മിഡ് വീക്ക് വിഷൻ ഉണ്ടായിരുന്നു, മറ്റേ സെറീന ഔട്ടായിരുന്നു. അപ്പോൾ ഈ സീസണിൽ ഇനി അങ്ങനെ ഒരു ഒരെണ്ണം കാണുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ.
അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മിക്കവാറും ശ്രീതു അല്ലെങ്കിൽ ഋഷി ഇവരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. അപ്പോൾ ഋഷി പോയാൽ ഈ പറയുന്ന കണക്ക് അർജുന് കുറച്ചും കൂടെ ചാൻസ് കുറയും. കാരണം ശ്രീതു പിന്നെയും വോട്ട് സ്പ്ലിറ്റ് ആവും. പക്ഷെ ശ്രീതു പോകുന്നതെങ്കിൽ അർജുൻ്റെ ചാൻസ് കുറച്ചുകൂടെ കൂടും. കാരണം ഓൾറെഡി ഇപ്പോൾ സിജോടെയും ചിലപ്പോൾ വോട്ടുകൾ അർജുനിലേക്ക് മറിഞ്ഞേക്കാം. വോട്ടുകൾ അങ്ങോട്ട് മറിഞ്ഞു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ജിൻഡോയ്ക്ക് ഇപ്പോൾ ജിൻഡോയുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ആദ്യം ജിൻഡോ ലൈക്ക് ഒരു സിമ്പതി ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഫാൻസ് ഇപ്പോഴും ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ പുതിയതായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ പുള്ളി ആ ഒരു ഇത് പിടിച്ചങ്ങ് പോയിട്ടേ ഉള്ളൂ. പിന്നെ ഈ പുറത്ത് എന്താ പറയുക, ജാസ്മിനെ ജയിപ്പിക്കും. ഇപ്പോൾ ഷിബിനെ തന്നെ ആയാലും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ജാസ്മിനെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസ് നോക്കുന്നത്, ജാസ്മിന് ഭയങ്കര ഫേവറേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം അങ്ങനെയാണെങ്കിൽ അപ്പോൾ പിന്നെ ആകപ്പാടെ കുറച്ചെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ജിൻഡോ മാത്രം. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ജിൻഡോയെ ജയിപ്പിക്കും, ജിൻഡോ ആയിരിക്കും സീസൺ വിന്നർ, ജാസ്മിൻ ഒരിക്കലും ജയിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയും ജിൻഡോയ്ക്ക് കുറച്ചൊരു ഫാൻസ് കിട്ടി പുറത്തൊരു കളി കാരണം. അപ്പോൾ അല്ലാതെ ജിൻഡോയ്ക്ക് ആ ഒരു സെറ്റ് ഓഫ് ഫാൻസേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം വോട്ടായി മാറണം മെയിനായിട്ട്. അപ്പോൾ ഞാൻ ഫാൻസ് എന്ന് പറയുന്നില്ല, സപ്പോർട്ടെന്ന് പറയുന്നത്. കാരണം ഈ സപ്പോർട്ടെല്ലാം വോട്ടായി മാറിയാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. അപ്പോൾ അത് വോട്ടാവോ മാറോ ഇല്ല എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയണം. കാരണം ഇപ്പോൾ വന്നേക്കുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഋഷിക്ക് എന്ന് പറഞ്ഞാൽ പുറത്ത് നല്ലൊരു സപ്പോർട്ടുണ്ട്, പുള്ളിക്ക് ഓൾറെഡി ഒരു ഫാൻ ഫോളോയിങ് ഉള്ള. അങ്ങനെ അവസാന നിമിഷം ഒരുപാട് വോട്ട് കയറി ജയിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അഭിഷേകിനെ കുറേ ടോക്സിക് ആർമിയൊക്കെ ഉണ്ട് പുറത്ത്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചീത്ത കളിക്കുന്നതും അതും ഇതൊക്കെ ആയിട്ട്. പുള്ളിക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ ആ വന്ന് കയറി മറ്റേ അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് ജയദീപ്, പുള്ളിക്കാരനെ എതിരെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ ടിക്കറ്റ് ഫിനാലെ മറ്റേ ഗ്രൂപ്പ് കളിച്ച് ജയിച്ചല്ലാതെ പുള്ളിക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ പുള്ളിക്കാരൻ ലൈം ലൈറ്റ് വന്നിട്ട് പോലും ഇല്ലേ അഭിഷേക് എന്ന് പറഞ്ഞ പുള്ളി. പിന്നെ പുള്ളിയൊക്കെ ജയിക്കുന്നതിനെ പറ്റി എനിക്ക് ഇത്രയേ ഉള്ളൂ. കാരണം ആര് ജയിച്ചാലും എനിക്ക് ഒന്നെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ജയിക്കണമെന്നേ ഉള്ളൂ. കാരണം വേറെ ആര് ജയിക്കുന്നതോട് എനിക്ക് ഫെയർ ആയിരിക്കത്തില്ല. കാരണം ഈ സീസണിൽ ഇപ്പോൾ നെഗറ്റീവ് ഈ സീസണിൽ മെയിനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ജാസ്മിൻ ആയിരിക്കും. കാരണം പുള്ളിക്കാരത്തെയായിരുന്നു ഇതിലെ സെല്ലിങ് കണ്ടന്റ്. ഈ സീസണിൽ മൊത്തം കൊണ്ടുപോയത് മീൻസിലേക്ക് അല്ലെങ്കിൽ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫ് വരെ പുറത്തെടുത്ത് ഭയങ്കരമായിട്ട് വ്യക്തിഹത്യ ചെയ്ത രീതിയിലാണ്. പുള്ളിക്കാരത്തിന് പുറത്തിറങ്ങുമ്പോൾ ഇനി ഏത് രീതിയിൽ പുള്ളിക്കാരത്തി എടുക്കുമെന്ന് നമുക്കൊരു സംശയമാണ്. ഞാൻ പുള്ളിക്കാരത്തി ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. എവിടെ കൊണ്ടിട്ടാലും നിൽക്കുന്നൊരു ഇതൊക്കെ പുള്ളിക്കാരത്തിയായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ലൈക്ക് നമുക്ക് ഇപ്പോഴേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആര് ജയിക്കുമെന്നുള്ളത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കാരണം എനിക്കൊന്ന് ബിഗ് ബോസ് ഈ ഹിന്ദി ബിഗ് ബോസിൽ തന്നെ അവിടെ സീസൺ 70 തോന്നില്ല മറ്റേ MC സ്റ്റാൻ ചെയ്തത്. അതിനകത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു മറ്റേ പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയണം. പക്ഷേ ആ പുള്ളിയായിരുന്നു സകലമന പോളിലും എല്ലാ റിവ്യൂ പേജസിലും എല്ലായിടത്തും ആ പുള്ളിക്കായിരുന്നു ഭയങ്കര സപ്പോർട്ടും. ആ പുള്ളി ജയിക്കുമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. ഈ ജയിച്ച് ഈ MC സ്റ്റാന് പക്ഷേ ഇൻസ്റ്റയിൽ ലൈക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫോളോയിങ് ആയിരുന്നു പുള്ളിക്കാരന്. അത്ര 5 മില്യന് പരം ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് MC സ്റ്റാനാണ് അന്ന് ജയിച്ചത്. അതപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം MC സ്റ്റാൻ ലിറ്ററലി അവിടെ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആകപ്പാടെ 1-2 കോണ്ടന്റ് ശ്രദ്ധിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്കാരൻ വട്ടപൂജയാണ്, ഒന്നും മിണ്ടാതില്ല. ഈ നമ്മൾ കഴിഞ്ഞ സീസണിലെ റിനോഷൊക്കെ ഇരുന്ന പോലെ ഒരു മൂലയ്ക്ക് വെറുതെ ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരനൊക്കെ എങ്ങനെ കയറി വന്നത് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ അവസാനം ഇന്നർ സോഴ്സിൽ നിന്നൊക്കെ പുറത്തുനിന്ന് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെക്കോർഡ് വോട്ടിംഗ് ആയിരുന്നു. അവസാനം അങ്ങനെയാണ് MC സ്റ്റാൻ ജയിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു റിസൾട്ടായി പോയി. യഥാർത്ഥത്തിൽ മറ്റൊരു പുള്ളിക്കാരനാണ് ഫുള്ള് എഫേർട്ട് ഇട്ട് കളിച്ചതും ഒരുപാട് കണ്ടന്റ് കൊടുത്തതും എല്ലാം മറ്റേ പുള്ളിയാണ്. പക്ഷേ ആ പുള്ളിക്കാരൻ ജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ അവസാനം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പക്ക വോട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിന്നറെ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. അല്ലാതെ അവരെ ഇതിനകത്ത് വേറെ കളി കളിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഈ പറയുന്ന കണക്ക് ഇപ്പോൾ അഖിലിനേട്ടം വന്ന് പറഞ്ഞ കണക്ക് ഏഷ്യാനെറ്റിൻ്റെ മനസ്സിൽ എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും അത് എൻ്റെ മോൾ ഈ ബിഗ് ബോസിൻ്റെ എൻ്റെ മോൾ ഷൈൻ ഉണ്ടല്ലോ, അവർ സമ്മതിക്കത്തില്ല. അവർക്കൊരു കറക്റ്റ് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് വിട്ട് നിൽക്കത്തില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് വോട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ വിന്നറിനെ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അതിപ്പോൾ ഈ ടോപ്പ് 6 ആരായാലും. അപ്പോൾ അങ്ങനെ വോട്ട് നിങ്ങൾ മാക്സിമം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വ്യക്തികൾ ജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവസാനം ഫെയർ അല്ല അൺഫെയർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ വരാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം ഈ സീസണിൽ ഇപ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിൻഡോ കപ്പടിക്കുമെന്നും പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അവസാനം ഇതാണൊക്കെ ഒരു കാരണം ഓൾറെഡി ഋഷിക്ക് പുറത്ത് എനിക്കൊന്ന് 2 മില്യൺ ഇപ്പോൾ 2 മില്യൺ എന്തോ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പുറത്തൊരു സോഷ്യൽ മീഡിയ ഭയങ്കര സപ്പോർട്ടുണ്ട്. അപ്പോൾ ഋഷിക്ക് അവസാനം ഈ ഒരു ഇതുവരെ വോട്ട് ചെയ്യാത്ത ആൾക്കാരുടെ അവസാനം റെക്കോർഡ് വോട്ട് വരാൻ ഒരു സാധ്യത ഋഷിക്കുണ്ട്. അതേപോലെ തന്നെ അർജുന് ഈ പറയുന്ന കണക്ക് സിജോയുടെ അല്ലെങ്കിൽ സായിയുടെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അർജുനും അഭിഷേകിനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വന്നാൽ ചിലപ്പോൾ അവരുടെയൊക്കെ സ്ഥാനം കയറും. പിന്നെ ജാസ്മിനൊക്കെ ഉള്ള സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിന് നേരത്തെ ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതല്ലാതെ ജാസ്മിൻ്റെ അടുത്ത് ഒരു സിമ്പതി കൊണ്ട് നിൽക്കുന്ന ഇതും കാണും.
ജിൻഡോയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ സപ്പോർട്ടുള്ളൂ, പിന്നെ ജിൻഡോയ്ക്ക് പുതിയൊരു എന്ന് വെച്ചാൽ നമ്മൾ ഡേ ബൈ ഡേ ഫാൻസിന് എണ്ണം കൂടിയാണല്ലോ ബിഗ് ബോസ് വരേണ്ടത്. ജിൻഡോ ഒരു ഡേ 50 ഡേ 60 ഒക്കെ ആയപ്പോഴത്തേക്ക് നിന്നു ഒരുവിധം അത്രയും വരെ ഉണ്ടാക്കിയൊരു സപ്പോർട്ടേ വിൻഡോയ്ക്ക് ഇപ്പോഴും ഉള്ളൂ. അതിന് ശേഷം പിന്നെ ഒരു സപ്പോർട്ട് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നോക്കി കാണണം ആര് ജയിക്കും എന്നുള്ളത്. എന്തായാലും അർഹതപ്പെട്ടവർ ജയിക്കട്ടെ. ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ റീ എൻട്രികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജാൻമണി അലമാരി തുറന്ന് വന്ന് കയറി വന്നിട്ടുണ്ട്. കുറേ പഴയ ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ആരും ഇതുവരായിട്ട് വന്നില്ല. ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്തോ, കാരണം വേറെ ഒരു പ്രൊമോയും വന്നിട്ടില്ല. ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്തോന്ന് അറിയാൻ വയ്യ. കഴിഞ്ഞ സീസണിലൊക്കെ 3 പേര് വെച്ചാണ് കയറിക്കൊണ്ടിരുന്നത്. മൊത്തത്തിൽ 25 പേരുണ്ട് ഈ സീസണിൽ മൊത്തം. അപ്പോൾ ഇവരെല്ലാവരെയും കയറ്റുപോകുക എന്നുള്ളത് ഒരു സംശയമാണ്, ഒരു ചോദ്യചിഹ്നമാണ്. മെയിൻലി പറയുന്ന കണക്ക് പൂജ ഇഞ്ചറി പറ്റി പോയ പൂജയുണ്ട്. പിന്നെ സിബിൻ തിരിച്ചു കയറുമെന്നൊരു സംശയമാണ്. അതേപോലെ തന്നെ റോക്കി. ഇപ്പോൾ റോക്കി ഒരു വീഡിയോ ഒന്നും ഇട്ടായിരുന്നു തന്നെ, ബിഗ് ബോസ് ഇതുവരായിട്ടും ഈ റീ എൻട്രിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചു, എന്നെ വിളിച്ചില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ റോക്കിയും സിബിനും. എനിക്ക് സിബിൻ്റെ കാര്യത്തിൽ മെയിൻ ഡൗട്ടുണ്ട്. കാരണം സിബിൻ പുറത്തിറങ്ങി ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും സംസാരിച്ചിട്ട് പിന്നെ ബിഗ് ബോസ് സിബിനെ വിളിക്കുമോ അതോ വിളിച്ചാൽ തന്നെ സിബിൻ പോകുക എന്നുള്ളൊരു ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത്രയ്ക്ക് വലിയൊരു ഡൗട്ടില്ലെന്ന് തോന്നുന്നു. അവരെല്ലാം റീ എൻട്രിക്ക് ചാൻസ് കൂടുതലാണ്. മെയിനായിട്ട് ഈ റോക്കി സിബിൻ ഒക്കെയാണ് കയറോ ഇല്ലയോ എന്ന്. മെയിനായിട്ട് സിബിനാണ്. റോക്കിയുടെ പിന്നെയും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വിളിച്ചാൽ റോക്കി എന്തായാലും വരുമായിരിക്കും. പക്ഷേ സിബിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല എന്തുവാന്നുള്ളത്. അപ്പോൾ അത് കണ്ടുതന്നെ അറിയണം. അപ്പോൾ എന്തായാലും നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. എന്തെങ്കിലുമൊക്കെ ഇനി കോണ്ടന്റ്, ഇനി എനിക്കൊന്നും വലിയ കോണ്ടന്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇനിയിപ്പോൾ റീ എൻട്രികളൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, പിന്നെ ഇപ്പോൾ അവർ ഫുള്ള് വെപ്പും കൂടിയൊക്കെ തന്നെയാണ് ഫുള്ള്. ഇനി അവരത് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ റീ എൻട്രികളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ വേണ്ടിയും പറഞ്ഞു ഇരിക്കും. അവസാനം അവർ പോകും. പിന്നെ ഗ്രാൻഡ് ഫിനാലെ ഈ ആഴ്ച ഇനി വേറെ അങ്ങനെ ഒരു കോണ്ടന്റ് ഇനിയില്ല. കളികളൊക്കെ നേരത്തെ തീർന്നു. ഇനി ടിക്കറ്റ് ഫിനാലേക്ക് മുന്നേ തന്നെ കളിയൊക്കെ തീരും ബിഗ് ബോസിൽ. എല്ലാ സീസൺ നമ്മൾ എടുത്തു തുടങ്ങി നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഗെയിമൊന്നുമില്ല. ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് ഒരു ടിക്കറ്റ് ഫിനാലെ മുന്നേ അങ്ങ് തീരും. പിന്നെ ഈ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞ് പിന്നെ ഫുള്ള് ടാസ്ക് വെച്ച് മാത്രം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അവസാനമൊക്കെ നോക്കി എല്ലാ സീസണും നോക്കിയാൽ ഏറ്റവും അവസാനം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ടാസ്ക് ഒക്കെ വരുമ്പോൾ അത് മൂലം കുറച്ചൊരു കോണ്ടന്റ് വരുന്നതല്ലാതെ പിന്നെ വലിയ ഗെയിം ട്വിസ്റ്റോ ചേഞ്ചോ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ആദ്യത്തെ ഒരു ടിക്കറ്റ് ഫിനാലേക്ക് മുമ്പുള്ള ഗെയിം വെച്ചിട്ടായിരിക്കും സീസൺ മൊത്തം പോകുന്നതും ഒരു വിന്നറൊക്കെ എമർജായി വരുന്നതൊക്കെ അപ്പോഴായിരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം ആര് ജയിക്കും എന്നുള്ളത്. എന്തെങ്കിലും കോണ്ടന്റ് വരുവാണെങ്കിൽ ഇനി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.